ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു റെസിഗ്നേഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ പത്രത്തിലെ 3 ഇമ്പോർട്ടന്റ് ന്യൂസുകളും വന്നിരിക്കുന്നത്, പ്രൈം ന്യൂസുകളായിട്ട് വന്നിരിക്കുന്നത് ജഗ്ദീപ് ധൻഖറിന്റെ രാജിയെ സംബന്ധിച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും കാര്യം ഇന്ന് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കാര്യം ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടോ? ദ പോൾ പാനൽ ഹാസ് ടു ഹോൾഡ് ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ഇമ്മീഡിയറ്റ്ലി. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, പ്രത്യേക ഒരു ടൈം ലിമിറ്റ് ഇല്ല. പ്രസിഡന്റിന്റെ കാര്യത്തിലാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തി പുതിയ പ്രസിഡന്റ് വരണം. കാരണം പ്രസിഡന്റ് ഇല്ലാത്തൊരവസ്ഥ 6 മാസത്തിൽ കൂടുതൽ പോകാൻ പാടില്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ 3 ആർട്ടിക്കിളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എഡിറ്റോറിയൽ പോലും ദ അഗണി ഓഫ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സിറ്റിലുള്ള ഒരു വിമർശനം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം രാജിവെച്ചത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് മാത്രമല്ല, പകരം ഗവൺമെന്റുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി അതിലുണ്ട് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കുക. ഇന്നലെ ഞാൻ പറയാൻ മിസ്സായി പോയ ഒരു കാര്യമുണ്ട്. അത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ നടക്കുന്നത് സീക്രട്ട് ബാലറ്റിലാണ്. അതായത് ഈ ഒരു ന്യൂസിലേക്ക് നിങ്ങൾ വന്നേ, ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്. Under Article 66(1) of the Constitution, the election of the Vice President shall be held in accordance with the system of proportional representation by means of single transferable vote. Single transferable vote. ഇന്നലെ പറഞ്ഞല്ലോ, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ പറഞ്ഞു, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആൻഡ് ദ വോട്ടിംഗ് at such an election shall be by secret ballot. എന്താണ് ഈ സീക്രട്ട് ബാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആയിരിക്കും. അത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആയിരിക്കും. ഒരൊറ്റ വോട്ടേ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നേ. പക്ഷേ ആ വോട്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. സിംഗിൾ ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. വെൻ എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം? മെജോറിറ്റി അറ്റൈൻ ചെയ്യാത്ത സമയത്ത്, അല്ലെങ്കിൽ ഈക്വലി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, മെജോറിറ്റി ഭൂരിപക്ഷം കൃത്യമായിട്ട് പ്രപ്പോർഷണൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ സീക്രട്ട് ബാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണോ വോട്ട് ചെയ്യുന്നത് അത് പുറത്തു വിടില്ല. അവർക്ക് ആർക്ക് വേണ്ടിയാണോ വോട്ട് ചെയ്തത് അത് പുറത്തു വിടില്ല എന്നുള്ളതാണ് സീക്രട്ട് ബാലറ്റിന്റെയും ഓപ്പൺ ബാലറ്റിന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ BJP ഉള്ള ഒരു എം പിക്ക് എതിർപക്ഷത്ത് അല്ലെങ്കിൽ BJP നിർത്താത്ത കാൻഡിഡേറ്റിന് വേണമെങ്കിൽ വോട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് സീക്രട്ട് ആയിരിക്കും, പുറത്തു വിടില്ല. ആ വോട്ട് ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ടോ അല്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന ഒരു ആവശ്യകത വരില്ല. സോ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വോട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് സീക്രട്ട് ബാലറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രസിഡന്റിന്റെ കേസിലും സീക്രട്ട് ബാലറ്റ് തന്നെയാണ് വോട്ടിംഗ് സിസ്റ്റം വരുന്നത്. ഓക്കെ, സോ എന്താണ് ഈ നമ്മളുടെ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് സംശയമുണ്ടോ ആർക്കെങ്കിലും? ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം എന്താണ് ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. അതായത് നമ്മൾ ഒരു വോട്ട് ചെയ്യുകയാണ്, നമ്മൾ MP വോട്ട് ചെയ്യുന്നു, ശശി തരൂരിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ലോക്സഭ MP വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് പോകും. നമുക്ക് എത്ര വോട്ടുണ്ട്? ഒരു വോട്ടല്ലേ ഉള്ളൂ. ഒരു വോട്ട് നമ്മൾ പോയി അവിടെ കുത്തും. ഒന്നില്ലെങ്കിൽ ശശി തരൂർ MP, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും. ഫോർ എക്സാമ്പിൾ ഹൈബി ഈഡൻ ആണെന്ന് വിചാരിക്കുക. ഹൈബി ഈഡന് നമ്മൾ വോട്ട് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ശശി തരൂർ MP നമ്മൾ വോട്ട് ചെയ്തു. ഒറ്റ വോട്ടല്ലേ ഉള്ളൂ. അവര് വിജയിക്കുന്നതും തോൽക്കുന്നതും ഈ വോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ സിസ്റ്റം അല്ലെങ്കിൽ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ അങ്ങനെയല്ല നടക്കുന്നത്. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ കേസിൽ നമ്മൾ ടോട്ടൽ പോപ്പുലേഷനെ, അതായത് വോട്ട് ചെയ്യുന്ന ആളുകളെ, ഈ വൈസ് പ്രസിഡന്റിന്റെ കേസിലാണെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ ടോട്ടൽ ഇലക്ടറുകൾ എത്ര പേര് വോട്ട് ചെയ്യുമോ
അവരെ എത്ര പേര് നിൽക്കുന്നു, അതായത് 3 പേര് വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. എ, ബി, സി, അങ്ങനെ 3 പേര് വൈസ് പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഇലക്ട്രൽ കോളേജിനെ നമ്മൾ ഈ 3 പേരെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ 3 പേരെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ടോട്ടൽ എത്ര പേരാണോ വോട്ട് ചെയ്യുന്നത് അവരെ ഈ 3 പേരെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനോട് 1 ആഡ് ചെയ്യും. ഓക്കെ, 1 ആഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ കിട്ടുമല്ലോ. അതായത് ടോട്ടൽ എത്രയാണോ ഇലക്ടറൽ ഉള്ളത് അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 1 ആഡ് ചെയ്യും. ഈ കിട്ടുന്ന സംഖ്യയാണ് ഒരാൾക്ക് മിനിമം അറ്റൈൻ ചെയ്യേണ്ട വോട്ട്. അതായത് ആദ്യം ആരാണോ ഈ ഒരു വാല്യൂ മിനിമം അറ്റൈൻ ചെയ്യുന്നത് അവര് പാസ്സാവും, അവര് വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ദെൻ ഇൻ കേസ് ആരും ഈ ഒരു വാല്യൂ, അതായത് ടോട്ടലിനെ 3 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 ആഡ് ചെയ്തു ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു വാല്യൂവിലേക്ക് ഈ 3 പേരും എത്തിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 3 പേരും ആ ഒരു വാല്യൂവിലേക്ക് എത്തിയില്ല. അവിടെ എന്താ സംഭവിക്കുക? അവിടെ 3 പേർക്ക് വോട്ട് ചെയ്യാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. അതായത് ഒറ്റ വോട്ടേ നമ്മൾ ചെയ്യുള്ളൂ, പക്ഷേ 3 പേരെ നമുക്ക് ടിക്ക് ചെയ്യാം, 1, 2, 3 എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ആരും ഈ കേവല ഭൂരിപക്ഷം എത്തിയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ ഭൂരിപക്ഷം എത്തിയില്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടും. ആദ്യം ആർക്കാണ് വോട്ട് കൂടുതൽ, ഈ 3 പേരിലും ആർക്കാണ് വോട്ട് കൂടുതൽ എന്ന് നമ്മൾ കണക്ക് കൂട്ടും. എന്നിട്ട് ഏറ്റവും കുറവ് വോട്ട് ചെയ്ത ആള് എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആള്, വോട്ട് ഷെയർ കിട്ടിയ ആള് എലിമിനേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ എന്താവും? അസാധു ആവും? ഇല്ല, അവരുടെ വോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഇവർക്ക് ഞാൻ പറഞ്ഞു 3 ഏരിയസിലാണ്, ആദ്യത്തെ പ്രിഫറൻസ്, രണ്ടാമത്തെ പ്രിഫറൻസ്, മൂന്നാമത്തെ പ്രിഫറൻസ്. അങ്ങനെ ആദ്യത്തെ പ്രിഫറൻസ് ഉള്ള ആളുകൾ എലിമിനേറ്റ് ചെയ്തു, അതായത് ഏറ്റവും കുറവ് വോട്ട് വന്ന ആളെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ അവരെ വോട്ട് ചെയ്തവരുണ്ടാവാലോ, അവരുടെ രണ്ടാമത്തെ പ്രിഫറൻസ് ഏതാണെന്ന് നോക്കും. സോ ദ വോട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ഹിയർ വെൻ ദ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മെജോറിറ്റി അറ്റൈൻ ചെയ്യാത്ത സമയത്ത് വോട്ട് ഈസ് ട്രാൻസ്ഫേർഡ്. നിങ്ങൾക്ക് ഒരു വോട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് സിംഗിൾ വോട്ട് എന്ന് പറയുന്നത്. സിംഗിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ വോട്ട് ബൈ മീൻസ് ഓഫ് സിംഗിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ വോട്ട്. വോട്ടേ ഒന്നേ ഉള്ളൂ, പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെയാണ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്താണെന്ന് എന്നോട് ഇന്നലെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. ഓക്കെ, സോ എം പിമാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കേസിൽ, അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്ന കേസിൽ, MLA മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതാണോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഡയറക്റ്റ് ഇലക്ഷനിലൂടെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് ആരാണോ അവരാണ് അവിടെ വിജയിക്കുക. സോ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലുണ്ട്. ഓക്കെ, എന്തിനൊക്കെ തിരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുന്ന കേസിലാണ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ വരുന്നത്. സോ മേജർലി ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന സമയങ്ങളിലെല്ലാം ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഡയറക്റ്റ് ഇലക്ഷനിൽ കൊണ്ടുവരാത്തത്? ഡയറക്റ്റ് ഇലക്ഷനിൽ കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സാധാരണ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. 1951 കാലഘട്ടങ്ങളിൽ നമ്മൾ ഫസ്റ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഏറ്റവും ദരിദ്രരായിരുന്നു, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അവരോട് പോയിട്ട് മക്കളെ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പേരുണ്ടാവും, അതിനെ നമ്മൾ ടോട്ടലി 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 1 ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് മറ്റേ ചെമട്ടിവാരി അടിക്കും. നീ വല്ല വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാൻ തന്നെ അന്നത്തെ ആളുകൾക്ക് പ്രശ്നമായിരുന്നു. കാരണം ഇല്ലിറ്ററേറ്റ് ആണ്, അവർക്ക് പട്ടിണിയാണ് പ്രധാനം, അവർക്ക് ഭക്ഷണമില്ല എന്നുള്ളതാണ് പ്രധാനം. സോ അവർക്ക് ആഹാരമില്ല, തൊഴിലില്ല എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ ആര് വോട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് പ്രധാനമല്ല. കാരണം ഒരു മെച്യൂർ ഡെമോക്രസിയിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ പ്രസിഡന്റ് ഇലക്ഷൻ ഇൻ USA അതെങ്ങനെയാണ് നടക്കുന്നത്? ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിലൂടെയാണ് നടക്കുന്നത്. മനസ്സിലായോ? സോ മെച്യൂർ ഡെമോക്രസിയിലേക്ക് വളരുമ്പോൾ കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്? ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം. ഓക്കെ, സോ ഇവിടെ വിട്ടുപോയ ഒരു കാര്യം ഇതായിരുന്നു, സീക്രട്ട് ബാലറ്റിനെ കുറിച്ചിട്ടാണ്. സീക്രട്ട് ബാലറ്റിലാണ് നമ്മളുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ദെൻ വേറെ എന്താണ് നമ്മൾ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ 3 ആർട്ടിക്കിളിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഈ 3 ആർട്ടിക്കിളും വായിക്കുമ്പോൾ ഇതൊരു റിവിഷൻ പ്രോസസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. ഓക്കെ, ഇന്നലത്തെ നമ്മൾ പറഞ്ഞതുമായിട്ട് ഒരു റിവിഷൻ പ്രോസസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. ഓക്കെ, സോ ദ സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു മാധേയി റിവർ ഡിസ്പ്യൂട്ട്, അല്ലെങ്കിൽ മാധേയി അല്ലെങ്കിൽ മഹാദായി റിവർ എന്ന് പറയുന്ന ഒരു റിവറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട്. ഇത് ഗോവയും കർണാടകയും തമ്മിലുള്ള ഒരു റിവർ ഡിസ്പ്യൂട്ട് ആണ് ഏത് മാധേയി റിവർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ റിവറിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കണം. പിന്നെ എന്താണ് ഈ റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കി പോകാം. സോ മാധേയി റിവർ, ഞാൻ മാപ്പ് കാണിക്കാം. മാധേയി റിവർ അല്ലെങ്കിൽ മഹാദായി റിവർ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിന്റെ പേരിൽ ചില മാറ്റങ്ങൾ വരും. മാധേയി റിവർ എന്ന് പ്രൊമിനന്റ്ലി അറിയപ്പെടും. മഹാദായി റിവർ എന്ന് പറയുന്ന റിവർ എവിടെയാ ഒഴുകുന്നത്? ഗോവ എന്ന് പറയുന്ന റീജിയനും കർണാടക എന്ന് പറയുന്ന റീജിയനും ബിറ്റ്വീനിലാണ് ഇത് ഒഴുകുന്നത്. സോ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ കാരണമായല്ലോ, ഇന്റർ സ്റ്റേറ്റ് ഒഴുകുന്ന ഒരു റിവറാണ്. സോ റിവർ ഇന്റർ സ്റ്റേറ്റ് പോകുന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളം ആരുടേതാണ് എന്നുള്ളൊരു പ്രശ്നം എല്ലാ സംസ്ഥാനങ്ങളും തമ്മിലുണ്ട്. ഇപ്പോ കേരള തമിഴ്നാടായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. കാവേരി റിവർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് ഇന്ത്യയിൽ. അതിപ്പോഴും പരിഹരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, സോ മഹാദായി അല്ലെങ്കിൽ മാധേയി റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് ഗോവ വഴി നമ്മളുടെ എങ്ങടേക്ക് പോകുന്നു? അറബിക്കടലിൽ ചെന്ന് ചേരുന്ന റിവറാണ് ഈ മഹാദായി അല്ലെങ്കിൽ മാധേയി റിവർ ഡിസ്പ്യൂട്ട് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഭീംഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, കർണാടകയിലെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഭീംഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതായത് ഇവിടെ ഉത്ഭവം കണ്ടോ, അവിടെയുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരെന്താണ്? ഭീംഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് അത് ഉത്ഭവിക്കുന്നത്. ദെൻ അത് ഗോവയിലേക്ക് കടക്കുന്നു. ഗോവയുടെ ഒരു ലൈഫ് ലൈൻ ആയിട്ടുള്ള ഒരു റിവറാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിവറാണ് ഈ മാധേയി റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ സലീം അലി പക്ഷി സങ്കേതം ഉണ്ടല്ലോ, സലീം അലി ബേർഡ് സാങ്ച്വറി. സോ അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഒഴുകുന്ന റിവർ ഈ മാധേയി റിവർ ആണ്. ഓക്കെ, ഈ മാധേയി റിവറിനെ കുറിച്ചിട്ട് നമ്മൾ മുന്നേ ജൂണിലെ ഒരു കറണ്ട് അഫയേഴ്സ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് മാസങ്ങളായിട്ട് ഇത് വാർത്തയിലുള്ള ഒരു റിവറാണ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ദെൻ ഡിസ്പ്യൂട്ടുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ദെൻ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കണം. സോ മാധേയി റിവർ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടകയും ഗോവയും. ഗോവയുടെ ഒരു ജീവരേഖ എന്നറിയപ്പെടുന്ന റിവറാണ് ഈ മാധേയി റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ സലാം അലി പക്ഷി സങ്കേതത്തിലൂടെയൊക്കെ ചുറ്റിപ്പറ്റി ഒഴുകുന്ന റിവറാണ് ഇത്. ദെൻ നമ്മളുടെ ഗോവയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലും ഇത് എത്തുന്നുണ്ട്. ഗോവയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ആക്ച്വലി എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചിമിൽ എത്തുന്നുണ്ട്. ഓക്കെ, സോ വേറെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. സലാം അലി പക്ഷി സങ്കേതത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, സോ ദെൻ ഇന്റർ വാട്ടർ ഡിസ്പ്യൂട്ട്. എങ്ങനെയാണ് ഈ ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് വരുന്നത്? അതായത് ഈ ഒഴുകുന്ന വെള്ളം ആരുടെയാണ് എന്നുള്ളൊരു പ്രശ്നം വരും. അത് രാജ്യങ്ങൾ തമ്മിൽ വരും. ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. ഇൻഡസ് വാട്ടർ റിവർ ട്രീറ്റി അതുകൊണ്ടുണ്ടായതാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുണ്ട്. ഈ ബ്രഹ്മപുത്ര എവിടെ കൂടിയാണ് ഒഴുകുന്നത്, ആരുടെയാണ് അതിലുള്ള വെള്ളം എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് നമ്മളുടെ ചർച്ചയിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഏത്? ഈ രാജ്യങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇന്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിവർ ഡിസ്പ്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് ഒരു രാജ്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാവുമ്പോൾ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആകും. എങ്ങനെയാണ് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്? അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 262 പ്രകാരം പാർലമെന്റിന് ഇങ്ങനെയുള്ള ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാനായിട്ട് ഉള്ള നിയമങ്ങൾ പാസ്സാക്കാം എന്നുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. അതായത് ആർട്ടിക്കിൾ 262 പറയുന്നത് എന്താണ്? പാർലമെന്റിന്, അതായത് ലോകസഭയും രാജ്യസഭയും കൂടി ആലോചിച്ച് പാർലമെന്റിന് ഇങ്ങനെയുള്ള ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിവർ ബോർഡ് ആക്ട് 1956ഉം ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് 1956ഉം ഫോം ചെയ്തു.
ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് 1956. 1956 ഇങ്ങനെ ഒരു നിയമം വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ എന്ത് ചെയ്യും? അതായത് ഏതെങ്കിലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ റിവറിന്റെ കാര്യത്തിൽ റിവറിന്റെ വാട്ടർ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ അണ്ടറിൽ നമുക്കത് പരിഹരിച്ചു പോകാം. സോ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ അണ്ടറിൽ നമ്മളൊരു ട്രിബ്യൂണൽ ഫോം ചെയ്യും. സോ ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ അത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധ നിയമ വ്യവസ്ഥ, അല്ലെങ്കിൽ പകുതി, അതല്ലെങ്കിൽ ക്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ജഡ്ജ്, ഒരു കോർട്ടിന്റെ ഫോം ആയിരിക്കില്ല അത് കാണിക്കുന്നത്. അത് അർദ്ധ കോടതികളാണ്. അർദ്ധ മീൻസ് പകുതി. ഓക്കെ, ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഒരു ഫോമാറ്റിലാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ഡിസ്പ്യൂട്ടൻസും, അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ ഉള്ളത്, ഇപ്പോ കേരളമാണെങ്കിൽ കേരളവും തമിഴ്നാടും, അല്ലെങ്കിൽ ഇവിടെ മാധേയി റിവറിന്റെ കാര്യത്തിലാണെങ്കിൽ ആരൊക്കെ വരും? നമ്മുടെ ഗോവയും കർണാടകയും വരും. ഓക്കെ, ഇവർ രണ്ടുപേരും കോടതിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ ട്രിബ്യൂണലിലേക്ക് പോകും. ഈ ട്രിബ്യൂണല് നമ്മളുടെ ഇവരെ അന്വേഷിക്കും, ഇതെന്താണ് പ്രശ്നമെന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും, വാദങ്ങൾ കേൾക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം ഒരു തീരുമാനത്തിലെത്തും. ഓക്കെ, നോർമലി കോടതിയിൽ നടക്കുന്ന പ്രൊസീജിയർ. ഓക്കെ ആണോ ഇവിടം വരെ? ഓക്കെ, സോ ഇവര് ഇങ്ങനെ ഡിസ്പ്യൂട്ട് നടക്കുമ്പോൾ ഇവര് കാച്ച്മെന്റ് ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്, അതാണ് നേരത്തെ വിട്ടുപോയത്, കാച്ച്മെന്റ് ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് ഇവര് എന്ത് ഡിവൈഡ് ചെയ്യുന്നത്? വാട്ടറിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മാധേയി റിവറിന്റെ കേസിൽ മാധേയി റിവറിന്റെ കേസിൽ കർണാടകയും ഗോവയും കോടതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ട്രിബ്യൂണലിലേക്ക് പോകുന്നു. പക്ഷേ കർണാടകയ്ക്കും ഗോവയ്ക്കും മാത്രമല്ല വെള്ളം ഷെയർ ചെയ്യാനായിട്ടുള്ള അവകാശം കൊടുത്തേ, മഹാരാഷ്ട്രയ്ക്കും കൊടുത്തു. ഇതെന്താ ഇപ്പൊ ഈ മഹാരാഷ്ട്രയ്ക്കും കൂടെ കൊടുക്കാനായിട്ടുള്ള കാരണം? അല്ലെങ്കിൽ കാവേരി റിവർ ഡിസ്പ്യൂട്ട് എടുക്കും. കാവേരി ഒഴുകുന്നത് എവിടെയാണ്? കർണാടകയും തമിഴ്നാടും തമ്മിലാണല്ലോ മേജർലി കാവേരി ഒഴുകുന്നത്. അതിന്റെ ഡിസ്പ്യൂട്ട് പരിശോധിച്ച് വന്നപ്പോ കേരളത്തിന് ഒരു ഷെയർ ഓഫ് വാട്ടർ കിട്ടി. ഇതെന്താ കേരളത്തിന് കൊണ്ടേ കൊടുക്കുന്നേ? അതായത് ഈ റിവർ ഒഴുകുന്ന വഴി മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അതിന്റെ കാച്ച്മെന്റ് ഏരിയയ്ക്കും, അതായത് മഴ വീണ് അതിൽ നിന്നാണല്ലോ റിവറുകൾ ഒഴുകുന്നത്. സോ ഇതിന്റെ കാച്ച്മെന്റ് ഏരിയയിലുള്ള പ്രദേശവും വെള്ളം കിട്ടാനായിട്ടുള്ള, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഷെയർ കിട്ടാനായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് നമ്മൾ കണക്കാക്കും. അതാണ് ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഈ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഗോവയും കർണാടകയും ഉള്ള ഒരു ഡിസ്പ്യൂട്ടില് മഹാരാഷ്ട്രയ്ക്കും കൂടി ഷെയർ കിട്ടുന്നു എന്നുള്ളൊരു എവിടെയെങ്കിലും നിങ്ങൾ വായിക്കും. സോ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കാച്ച്മെന്റ് ഏരിയയുടെ ബേസിസിലാണ് എന്ത് പറയുന്നത്, ഈ ഡിസ്പ്യൂട്ടുകൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് കാവേരി റിവർ ഡിസ്പ്യൂട്ടിന്റെ കാര്യത്തിൽ എന്ത് വന്നത്? കേരളത്തിനും ഒരു ചെറിയൊരു ഷെയർ കിട്ടി. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നത്, കാച്ച്മെന്റ് ഏരിയയുടെ ബേസിസിലാണ്. ദെൻ ഈ ഡിസ്പ്യൂട്ട് ബൈൻഡിങ് ആണോ അല്ലയോ? അതായത് ഈ ഒരു ട്രിബ്യൂണലിന്റെ വിധിക്കെതിരായിട്ട് നമുക്ക് വീണ്ടും കോടതിയിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. ആക്ച്വലി പറ്റില്ല, അല്ലെങ്കിൽ ലിറ്ററൽ സെൻസിൽ പറ്റില്ല. എന്താണ്? ദ ഡിസിഷൻസ് ആർ ഫൈനൽ ആൻഡ് ബൈൻഡിങ് ഓൺ പാർട്ടീസ് ഇൻവോൾവ്ഡ്. ഡിസിഷൻസ് ആർ ഫൈനൽ ആൻഡ് ബൈൻഡിങ് ഓൺ ദ പാർട്ടീസ് ഇൻവോൾവ്ഡ്. അതായത് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവിന്മേലെ വീണ്ടും നമുക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അതിനെ അപ്പീൽ ചെയ്തിട്ട് നമുക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റില്ല, ഫൈനലാണ്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ സെൻസ് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിബ്യൂണൽസ്, ഏത് ട്രിബ്യൂണലിന്റെ വിധിയും കോടതിക്ക് റിവ്യൂ ചെയ്യാം എന്നുള്ളൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ട്രിബ്യൂണൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് ഏത് ട്രിബ്യൂണൽസിന്റെ ജഡ്ജ്മെന്റും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിവ്യൂ ചെയ്യാം എന്നുള്ളൊരു കേസ് ഉണ്ട്. സോ ലിറ്ററലി എന്താണ്? ലിറ്ററലി ഈ വിധിക്കെതിരായിട്ട് നമുക്ക് കോടതിയിലേക്ക് അപ്പീൽ മുഖാന്തരം പോകാനായിട്ട് സാധിക്കില്ല. ദ ഡിസിഷൻസ് ആർ ഫൈനൽ ആൻഡ് ബൈൻഡിങ് ഓൺ ദ പാർട്ടീസ്. ഓക്കെ, പക്ഷെ ട്രിബ്യൂണലിന്റെ അതൊരു ജഡ്ജ്മെന്റ് ആണ്. നമ്മൾ ഇന്നലെ കേസ് ലോസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ ഒരു ജഡ്ജ്മെന്റ് ആണ് ഈ ട്രിബ്യൂണൽ. ഏത് ട്രിബ്യൂണലിനെതിരായിട്ടും അപ്പീല് പോകാം, അല്ലെങ്കിൽ വീണ്ടും കോടതിക്ക് പോകാം. കോടതിയുടെ സവിശേഷമായിട്ടുള്ള അധികാരം, അതായത് നാച്ചുറൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് കോടതിക്ക് ഏത് കേസും പ്രത്യേകമായിട്ട് പരിഗണിക്കാം. സോ അങ്ങനെ വേണമെങ്കിലും കോടതിക്ക് ഇടപെടാം.
അങ്ങനെ ഇടപെട്ടിട്ടുണ്ട് കേട്ടോ. കാവേരി ജഡ്ജ്മെന്റിന്റെ കേസസിൽ കോടതി പ്രത്യേകമായ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അതായത് നാച്ചുറൽ ജസ്റ്റിസിന് നിലകൊള്ളുവാൻ വേണ്ടിയിട്ട് ഏത് കേസും സുപ്രീം കോടതിക്ക് ചൂസ് ചെയ്തിട്ട് അതിലൊരു വിധി പറയാം. നമ്മളുടെ രാജീവ് ഗാന്ധിയെ കൊന്ന ഒരു തമിഴ്നാട് സ്വദേശി ഉണ്ടായിരുന്നല്ലോ, മറ്റേ ബാറ്ററി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാള് അകത്തുണ്ടായിരുന്നു. ഞാൻ പേര് മറന്നുപോയി അദ്ദേഹത്തിന്റെ, പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞതാണ് ഈ കേസ് റിലേറ്റഡ് ആയിട്ട്. അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ വേണ്ടിയിട്ട് കോടതി ഈ പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? സ്പെഷ്യൽ ഡിസിഷൻ ഫോർ നാച്ചുറൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക അധികാരം ആര് യൂസ് ചെയ്തു? നമ്മളുടെ കോടതി യൂസ് ചെയ്തിട്ടു, പെർട്ടിക്കുലർലി സുപ്രീം കോടതി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു അധികാരങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനെ മറികടക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മറികടന്ന കേസുകളുണ്ട് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടില്, അങ്ങനെ മറികടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ ചൈന കോൺഫ്ലിക്ട് ഓൺ ബുദ്ധിസം. ബുദ്ധിസത്തിന് മേലെ ഇന്ത്യയും ചൈനയും ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്താണ് ക്ലെയിം എന്നൊക്കെ നമുക്ക് നോക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഈ ഒരു അവസരത്തിൽ റീജിയൻ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ജിയോ പൊളിറ്റിക്സുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡോ പസഫിക്കിൽ ആര് ഭരിക്കും, അല്ലെങ്കിൽ സൗത്ത് ചൈന സീയുടെ കീഴിൽ ആര് ഭരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ജിയോ പൊളിറ്റിക്സുകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ ഓയിൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹിമാലയത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ ക്രൈസിസ് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇന്ത്യയുടെ എല്ലാ അലീസും പോകും. അതായത് നമ്മളുടെ നെയ്ബേഴ്സ് എല്ലാം തകർന്നു വീഴും എന്നാണ് ഈ മാം പറയുന്നത്. സോ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്. നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, എങ്കിലും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്. കാരണം നമുക്ക് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട കൺട്രീസ് എല്ലാം ഈ ബുദ്ധിസ്റ്റ് ചായ്വുള്ള കൺട്രീസ് ആണ്. ഫോർ എക്സാമ്പിൾ നേപ്പാൾ, ഭൂട്ടാൻ, ദെൻ ഈവൻ ശ്രീലങ്ക വരെയും ബുദ്ധിസ്റ്റ് ആസ്പെക്റ്റുകളിൽ ജീവിക്കുന്ന ഒരു കൺട്രീസ് ആണ്. സോ ഈ ഒരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ നെയ്ബേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, വി ക്യാൻ ചൂസ് അവർ എനിമീസ് ബട്ട് നോട്ട് അവർ നെയ്ബേഴ്സ്. സോ അതിനനുസരിച്ച് നമ്മളുടെ ഫോറിൻ പോളിസീസ് ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് ഇവിടത്തെ പ്രശ്നം? എന്താണ് നമ്മളുടെ പ്രശ്നം ഇപ്പോൾ? അതായത് ബുദ്ധിസത്തിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? ഇന്ത്യയിലാണ്. BC 6-ാം നൂറ്റാണ്ടിലാണ് ബുദ്ധിസം ഇന്ത്യയിൽ ജനനം കൊള്ളുന്നത്, അല്ലെങ്കിൽ ബുദ്ധൻ ഇന്ത്യയിൽ ജനിക്കുന്നത്. ബുദ്ധൻ നാടുനീളെ നടന്ന് മഹാജനപദയിലെ എല്ലാ രാജ്യങ്ങളിലും നടന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം സേവനം ചെയ്തു, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ നടത്തി. സോ അതുമായി ബന്ധപ്പെട്ട് 4 ഇമ്പോർട്ടന്റ് ഏരിയാസ് നമുക്കറിയാം. 6-ാം ക്ലാസ്സിലെ NCERT-യിൽ പഠിക്കുന്ന കാര്യം ഓർത്തെടുത്തേ. എന്താണ്? ബുദ്ധൻ ജനിച്ചത് എവിടെയാണ്? ലുംബിനിയിൽ ജനിച്ചു. ദെൻ അദ്ദേഹത്തിന് നിർവാണ അറ്റൈൻ ചെയ്തത് എവിടെയാണ്? അല്ലെങ്കിൽ നിർവാണ അറ്റൈൻ ചെയ്തത് എവിടെയാണ്? ബോധ്ഗയയിലാണ്. ബോധ്ഗയയിൽ നിർവാണ അറ്റൈൻ ചെയ്തു. ബേസിക് ആണ്, NCERT ക്ലാസ് ആണ്. ദെൻ എവിടെയാണ് ഫസ്റ്റ് സെർമൺ നടത്തിയത്? എവിടെയാണ് ഫസ്റ്റ് സെർമൺ നടത്തിയത്? സാർനാഥ് ആണ്. ദെൻ മരിച്ചത് എവിടെയാണ്? മരിച്ചത് കുശിനഗരയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇങ്ങനെ 4 ഇമ്പോർട്ടന്റ് പ്ലേസ്. ഈ 4 ഇമ്പോർട്ടന്റ് പ്ലേസും പ്രാചീന ചരിത്രത്തില് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, കുശിനഗര, ലുംബിനി, ദെൻ ബോധ്ഗയ ആൻഡ് സാർനാഥ് UP-യിലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. സോ ഇന്ത്യയിലാണ് ബുദ്ധിസം വളർന്നതും വേരോടിയതും. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം ബുദ്ധിസം ഡിഫറെന്റ് സെക്റ്റുകളായിട്ട് പിരിഞ്ഞു. മഹായാന ബുദ്ധിസം എന്നും ഹീനായാന ബുദ്ധിസം എന്നും 2 സെക്റ്റുകളായിട്ട് പിരിഞ്ഞു. മഹായാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ വെഹിക്കിൾ, ഹീനായാന ബുദ്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസർ വെഹിക്കിൾ എന്നർത്ഥമുള്ള 2 സെക്റ്റുകളായിട്ട് പിരിഞ്ഞു. എന്താണ് ഈ സെക്റ്റുകളായിട്ട് പിരിയാനായിട്ടുള്ള കാരണം? ഈ സെക്റ്റുകളായിട്ട് പിരിയാനായിട്ടുള്ള കാരണം ബുദ്ധൻ ഇനി പുനർജനിക്കുമോ, ബുദ്ധനെ ദൈവമായിട്ട് ആരാധിക്കണമോ, അങ്ങനെയുള്ള അവരുടെ മേജർ ആയിട്ടുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ കാരണമാണ് ഇവര് 2ആയിട്ട് പിരിഞ്ഞത്. സോ മഹായാന ബുദ്ധിസം കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ളവരുടെ സെക്റ്റ് ആയിരുന്നു.
ഹീനായാന ബുദ്ധിസം കുറച്ചും കൂടി എന്തായിരുന്നു, കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ സെക്ട് ആയിരുന്നു. സോ അവര് ബുദ്ധനെ ദൈവമായിട്ട് അംഗീകരിക്കില്ല. ആര്? ഈ ഹീനായാന ബുദ്ധിസം ഉള്ളവര്. അവര് ബുദ്ധനെ ഒരു ബോധിസത്വമായിട്ടാണ് അംഗീകരിക്കുന്നത്. ദൈവം എന്നൊരു കൺസെപ്റ്റേ അവർക്കില്ല. ഓക്കെ. സോ ബുദ്ധന്റെ പടങ്ങളെ അല്ലെങ്കിൽ ബുദ്ധന്റെ വിഗ്രഹങ്ങളെ അവർ ആരാധിക്കില്ല. സോ ചില ഹീനായാന സെക്റ്റുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധന്റെ പടം അവിടെ കാണാൻ പറ്റില്ല. പകരം ഒരു പീപ്പാൽ ട്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആൽമരമായിരിക്കും അവിടെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 2 പാദങ്ങൾ മാത്രമായിരിക്കും അവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത്? ഒരു UPSC ആസ്പിറന്റ് വിചാരിക്കേണ്ടത്, ഓ ഇത് ഹീനായാന സെക്റ്റിന്റെ ഏതോ ഒരു ബുദ്ധിസ്റ്റ് കേന്ദ്രമാണ്. ദെൻ ഒരു ബുദ്ധന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ബുദ്ധന്റെ ഒരു വിഗ്രഹം അവിടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധന്റെ തുടരായിട്ടുള്ള ആളുകളായിട്ടുള്ള ബോധിസത്വാസിന്റെ ചില പിക്ചേഴ്സ് അവിടെ കാണുന്നുണ്ട്, ചില സ്റ്റാച്യൂസ് അവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഓ ഇത് മഹായാന ബുദ്ധിസത്തിന്റെ സ്ഥലമാണ്, അല്ലെങ്കിൽ മഹായാന ബുദ്ധിസ്റ്റ് സെക്റ്റിന്റെ ബുദ്ധിസമാണ്. ഓക്കെ. സോ ഇങ്ങനെ 2ആയിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇതിൽ വീണ്ടും ഡൈവേർഷനുകൾ സംഭവിച്ചു. അതിൽ ഒരു ഡൈവേർഷന് ആണ് ഈ വജ്രായാന ബുദ്ധിസം എന്ന് പറയും. അങ്ങനെ ഡിഫറെന്റ് സെക്റ്റുകൾ വന്നു. അങ്ങനെയുള്ള സെക്റ്റുകളാണ് ഇപ്പോ എവിടെയൊക്കെ ഉള്ളത്? മേജർ പാർട്ട്, ലോകത്തിന്റെ മേജർ പാർട്ടുകളിൽ ഉള്ളത് ഈ മഹായാന ബുദ്ധിസ്റ്റുകാരാണ്. ചൈനയിലും ടിബറ്റിലും ജീവിക്കുന്ന ഇന്നത്തെ ദലൈലാമ അടക്കമുള്ളവര് ഈ മഹായാന സെക്റ്റിന്റെ, മഹായാന ബുദ്ധിസത്തിന്റെ പ്രവർത്തകരാണ്. പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വജ്രയാന സെക്ട് എന്ന് പറയും. വജ്രയാന കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ടുള്ള മഹായാന സെക്റ്റുകളാണ്. അതായത് റിച്വൽ പ്രാക്ടീസസുകൾ അവർക്കുണ്ട്. ഓക്കെ. സോ അങ്ങനെയുള്ള സെക്റ്റിലാണ് ഇപ്പോഴുള്ള ദലൈലാമയും കൂട്ടരും. മനസ്സിലായോ? ദെൻ ആരാണ് ദലൈലാമ? ആരാണ് ദലൈലാമ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ദലൈലാമ ബുദ്ധന്റെ റീ ഇൻകാർണേഷൻ ആണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന, അല്ലെങ്കിൽ റീ ഇൻകാർണേഷൻ ആണ് എന്ന് ബുദ്ധിസ്റ്റ് വിശ്വസിക്കപ്പെടുന്ന ആളാണ് ദലൈലാമ. അതായത് ബുദ്ധൻ പുനർജനിക്കുന്നത് ദലൈലാമകളിലൂടെയാണ്. ഓക്കെ. ബുദ്ധൻ പുനർജനിപ്പിക്കുന്നത് ദലൈലാമകളിലൂടെയാണ്. അതെന്താ ഈ ദലൈലാമ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ ബോധിസത്വ കൺസെപ്റ്റ്? അതായത് ബോധിസത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹായാന ബുദ്ധിസത്തിലുള്ള ടീച്ചേഴ്സ് ആണ് ബോധിസത്വ. വജ്രപാണി അല്ലെങ്കിൽ പത്മപാണി, അങ്ങനെ ഡിഫറെന്റ് ബോധിസത്വ, മൈത്രേയ, അങ്ങനെ ഡിഫറെന്റ് ബോധിസത്വാസ് ഉണ്ട്. എന്താണ് ഈ ബോധിസത്വാസിന്റെ ലക്ഷ്യം? അതായത് ഇവര് ഈ നിർവാണ അച്ചീവ് ചെയ്യില്ല. എന്താണ് നിർവാണ? അതായത് ഏറ്റവും ടോപ്പുള്ള ലൈക്ക് നോളജിനെയാണ് ഈ നിർവാണ എന്ന് പറയുന്നത്. ബുദ്ധന് അച്ചീവ് ചെയ്ത സാധനം, ബുദ്ധൻ അച്ചീവ് ചെയ്തത് ഈ നിർവാണ. എവിടെ വെച്ചിട്ടാണ്? ബോധഗയയിൽ വെച്ചിട്ട് ബുദ്ധൻ അറ്റൈൻ ചെയ്തത് നിർവാണ. സോ ഈ ബോധിസത്വാസ് നിർവാണ അറ്റൈൻ ചെയ്യില്ല, ബുദ്ധനാവില്ല അവര്. പകരം ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് സെക്റ്റിലുള്ള എല്ലാവർക്കും ഈ നിർവാണ അറ്റൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ നിർവാണയെ, അല്ലെങ്കിൽ ഈ എൻലൈറ്റ്മെന്റിനെ അവർ സ്റ്റോപ്പ് ചെയ്യും, ബോധിസത്വാസ്. എന്നിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യും. സോ ഇവർ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്, ഇവർ ടീച്ചേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ബാക്കിയുള്ളവരെ ഈ എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട്. അതായത് പുരോഹിതന്മാര്, ഇപ്പോ ക്രിസ്ത്യാനിറ്റിയില് പോപ്പും അവരുടെ കീഴിലുള്ള ക്ലേർജിമെനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ബുദ്ധിസത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ബാക്കിയുള്ളവരെ എന്തിലേക്ക് എത്തിക്കും? എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നിർവാണയിലേക്ക് എത്തിക്കും. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ ബോധിസത്വാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡിഫറെന്റ് ബോധിസത്വാസ് ഉണ്ട്. പത്മപാണി, കയ്യിൽ ഒരു താമര പൂവുമായിട്ട് ഇരിക്കുന്ന ആളാണ് പത്മപാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോധിസത്വയാണ്. ദ കമ്പാഷൻ, അല്ലെങ്കിൽ കരുണയുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരാളാണ് പത്മപാണി. ദെൻ വജ്രപാണി, കയ്യിലൊരു കറങ്ങുന്ന ശൂലമല്ലല്ലോ, കറങ്ങുന്ന ചക്രവുമായിട്ട് ഇരിക്കുന്ന ആളാണ് ഈ വജ്രപാണി എന്ന് പറഞ്ഞു കഴിഞ്ഞ ആള്. ഓക്കെ. ദെൻ മൈത്രേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ബുദ്ധ എന്നറിയപ്പെടും. അങ്ങനെ ഡിഫറെന്റ് ബോധിസത്വാസ് ഉണ്ട്. ബോധിസത്വാസിന്റെ ഉദ്ദേശം എന്താണ്? ഇവരുടെ സ്വന്തം എൻലൈറ്റ്മെന്റ് ലിമിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ എല്ലാവരും ഈ ബുദ്ധിസത്തിന്റെ എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ നിർവാണ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതിൽപ്പെട്ട ഒരു ബുദ്ധിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരു ബോധിസത്വയാണ് ആര്? ഈ ദലൈലാമ എന്ന് പറയുന്നത്. ഓക്കെ. സോ ദലൈലാമ എന്താ ചെയ്യുക? ദലൈലാമ ബുദ്ധന്റെ തന്നെ റീ ഇൻകാർണേഷൻ ആണ്. ബുദ്ധൻ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ളവരെ എൻലൈറ്റ്മെന്റിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ബുദ്ധന്റെ ഇൻകാർണേഷൻ ദലൈലാമ. ബാക്കിയുള്ള ബോധിസത്വാസിന്റെ റീ ഇൻകാർണേഷൻ ചെയ്തിരിക്കുന്നത് ആരിലാണ്? അവരെ പറയുന്ന പേരാണ് റിംപോച്ചെ, അല്ലെങ്കിൽ റിംപോച്ചെ. നിങ്ങൾ മറ്റേ മോഹൻലാലിന്റെ ഒരു സിനിമ കണ്ടിട്ടില്ലേ? എന്താണ്? ഗോദ എന്നല്ലേ ആ സിനിമയുടെ പേര്? യോദ്ധാവ്.
മറന്നുപോയി, സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. സോ ആ സിനിമയിൽ ഈ നേപ്പാളിലേക്ക് പോകുന്ന ഇങ്ങനെ മറ്റേ അപ്പുക്കുട്ടനെ അന്വേഷിച്ചിട്ടോ ആരെയോ അന്വേഷിച്ചിട്ട് നേപ്പാളിലേക്ക് പോകുന്ന ഒരു സിനിമയുണ്ട് മോഹൻലാലിന്റെ. സോ അതില് ഈ റിംബോച്ച ഇവര് കണ്ടുമുട്ടും. അപ്പുക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഒരു കഥാപാത്രം ഉണ്ട് അതിൽ, റിംബോച്ചെ. ഈ റിംബോച്ചെ ആരാണ്? റിംബോച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷ്യസ് വൺ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മറ്റുള്ള ബോധിസത്വാസ് അല്ലെങ്കിൽ മറ്റുള്ള ടീച്ചേഴ്സിനെ ഇൻകാർണേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും വന്നിരിക്കുന്നത് ഈ റിംബോച്ചെകളിലൂടെയാണ്. സോ ദ ടോപ്പ് മോസ്റ്റ് വൺ ഈസ് ദലൈലാമ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റിംബോച്ചേസ്. മനസ്സിലായോ? ഇതിന്റെ ഒരു ഹൈറാർക്കി മനസ്സിലായോ? ഓക്കെ. സോ ദലൈലാമയെ തെരഞ്ഞെടുക്കുന്നത് വെറുതെ നാളെ മുതൽ നീയാണ് ദലൈലാമ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലൂടെ അല്ല ദലൈലാമയെ തെരഞ്ഞെടുക്കുന്നത്. അതായത് ഒരു ദലൈലാമ മരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ചില വെളിപാടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബുദ്ധ സന്യാസിമാർക്ക് ചില വെളിപാടുകൾ ഉണ്ടാവും. അതില് ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഇവര് ദലൈലാമയെ തേടി പോവുകയും ചെയ്യും. എന്നിട്ട് എല്ലാ അടയാളങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ പകുതി പ്രായമുള്ള ഒരു കുട്ടിയെ ആയിരിക്കും, കുഞ്ഞു ബാലനെ ആയിരിക്കും ദലൈലാമയായിട്ട് ഇവര് തെരഞ്ഞെടുക്കുക. ഓക്കെ. സോ ഇങ്ങനെ തെരഞ്ഞു പോയിട്ടാണ് ഇപ്പോഴുള്ള ദലൈലാമയെ മുന്നേ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബുദ്ധിസ്റ്റ് രീതികൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. അതിൽ എല്ലാ അറിവുകളും നേടിയതിനു ശേഷം അവര് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ബുദ്ധ നിയമങ്ങളും പഠിച്ചതിനു ശേഷം ദലൈലാമയായിട്ട് അവരോധനം ചെയ്യും. ഓക്കെ. ഇതാണ് സിസ്റ്റം, നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. പക്ഷേ 1957 ശേഷം ചൈന ടിബറ്റ് പിടിച്ചടക്കുകയും ടിബറ്റ് ചൈനയുടെ ഒരു പ്രൊവിൻസ് ആയിട്ട് മാറുകയും ചെയ്തു. അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതായത് ചൈന എന്ത് പറഞ്ഞു? ചൈന ഇനി പുതിയ ഒരു ഇൻകാർണേഷൻ അല്ലെങ്കിൽ ബുദ്ധയുടെ പുതിയ രൂപം, അതായത് അടുത്ത ദലൈലാമ വരണമെങ്കിൽ അത് ചൈനീസ് സ്റ്റേറ്റ് അംഗീകരിച്ച ഒരാളായിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. സോ ടിബറ്റ് പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ദലൈലാമ ലാസയിലാണ് ഇവര് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടുന്ന് വിട്ടിട്ട് ഇപ്പൊ കറന്റിലുള്ള ദലൈലാമ ഇന്ത്യയിലേക്ക് ചേക്കേറി. ഇന്ത്യ നെഹ്റുവിന്റെ കാലത്ത് ഇവർക്ക് അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ നാൾ ഇവർ ഇവിടെ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ കറന്റിലുള്ള ദലൈലാമ ഇവിടെ ആയിരുന്നു. ഓക്കെ. സോ സ്റ്റേറ്റ് എന്ത് പറഞ്ഞു? ദ ലിവിംഗ് ബുദ്ധ മസ്റ്റ് ബി സാങ്ഷൻഡ് ബൈ ദ സ്റ്റേറ്റ്, മേക്കിംഗ് ക്ലിയർ ദാറ്റ് ദ സ്പിരിച്വൽ ലെജിറ്റിമസി ഫോളോസ് ഫ്രം പൊളിറ്റിക്കൽ അതോറിറ്റി. ഓക്കെ. 2007 എന്താ പറഞ്ഞേ? ഇനിയൊരു ബുദ്ധൻ വരുന്നുണ്ടെങ്കിൽ, കാരണം 2007 കാലഘട്ടങ്ങളായപ്പോഴേക്കും പുതിയൊരു ദലൈലാമ വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് ചർച്ചകളൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ ചൈന സ്റ്റേറ്റ് എന്ത് പറഞ്ഞു? നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോളൂ, ഒരു കുഴപ്പമില്ല, പക്ഷേ ചൈനീസ് സ്റ്റേറ്റ് അംഗീകരിക്കുന്ന ആളെ മാത്രമേ ദലൈലാമ ആകാൻ പാടുള്ളൂ. അപ്പോ നമ്മളുടെ ഇപ്പോഴുള്ള കറന്റ്ലിയുള്ള ദലൈലാമ ഇടഞ്ഞു. ദലൈലാമ പറഞ്ഞു, അടുത്ത ദലൈലാമ ശരിക്കും ഇനിയൊരു ദലൈലാമ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞു. ദെൻ അടുത്ത ഒരു വാചകം അദ്ദേഹം പറഞ്ഞു, ഇനിയുള്ള ഒരു ദലൈലാമ ചിലപ്പോൾ ഒരു സ്ത്രീ ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു വുമൺ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നീടും അദ്ദേഹം അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചിലപ്പോ ഇനി നെക്സ്റ്റ് ദലൈലാമ ഇന്ത്യയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പെർട്ടിക്കുലർലി പറഞ്ഞിട്ടില്ല, ചൈനയുടെ പുറത്തു നിന്നായിരിക്കാം, അതായത് ടിബറ്റിന്റെ പുറത്തു നിന്നായിരിക്കാം ഇനിയുള്ള ദലൈലാമ വരുന്നത്. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. എന്താ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് ഇന്ത്യ ചൈന ബോർഡർ പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ലഡാക്ക് റീജിയൻ ഉണ്ട്, ദെൻ ആസം ഉണ്ട്, ദെൻ നമ്മളുടെ സിക്കിം പ്രദേശങ്ങളുണ്ട്. അങ്ങനെ ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡറിലുള്ള റിം സ്റ്റേറ്റുകൾ മേജർലി ബുദ്ധിസമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരികയും ഇന്ത്യ ആരുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഫോർ എക്സാമ്പിൾ ദലൈലാമ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു പുതിയ ദലൈലാമയെ അല്ലെങ്കിൽ പുതിയൊരു പയ്യനെ കണ്ടെത്തുന്നു, റിംപോച്ചയെ കണ്ടെത്തുന്നു. അത് ചൈനീസ് സ്റ്റേറ്റ് അംഗീകരിക്കാതെ വരികയും ചൈനീസ് സ്റ്റേറ്റ് വേറൊരു ദലൈലാമയെ കണ്ടെത്തുകയും അവരെ അവരോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? There creates a split in the Tibetan Buddhism. ടിബറ്റിയൻ ബുദ്ധിസം രണ്ടായിട്ട് പിളരും. ടിബറ്റിയൻ ബുദ്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് സെക്ട് ആണ്. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. അവിടെ ആരെ നമ്മൾ അംഗീകരിക്കും? ഇപ്പോൾ ഉള്ള കറന്റ്ലി ഉള്ള ദലൈലാമയെ അംഗീകരിക്കുമോ, അതോ ചൈനീസ് നിർമ്മിച്ച അല്ലെങ്കിൽ ചൈനീസ് കൊണ്ടുവന്ന ദലൈലാമയെ അംഗീകരിക്കൂ? സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. നമ്മൾ ആരെ അംഗീകരിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ദലൈലാമ കൊണ്ടുവന്ന ആളെ അംഗീകരിച്ചു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും പ്രശ്നം? ദലൈലാമ കൊണ്ടുവന്ന ആളെ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേപ്പാൾ ചിലപ്പോൾ ഇടയാം,
ഭൂട്ടാൻ ചിലപ്പോൾ ഇടയാം. കാരണം എന്താണ്, രണ്ടും ബുദ്ധിസ്റ്റ് സ്റ്റേറ്റുകളാണ്. ദെൻ ശ്രീലങ്ക, ഈവൻ ശ്രീലങ്ക ചിലപ്പോൾ ഇടയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അതിനോടനുബന്ധിച്ച് പല പല ബുദ്ധിസ്റ്റ് സ്റ്റേറ്റുകളുണ്ട്. നോർത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള മിക്ക കൺട്രീസ്, ലാവോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസിൽ ബുദ്ധിസ്റ്റ് പ്രൊമിനൻസി ഉണ്ട്. മേജർലി ഇതെല്ലാം ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് ആണെന്നല്ല പറയുന്നത്, ബുദ്ധിസ്റ്റ് പ്രൊമിനൻസി ഉണ്ട്, അവിടെ ആളുകളുണ്ട്. ദെൻ ലഡാക്ക് റീജിയണിലുണ്ടല്ലോ ആളുകൾ. സോ ഇവരുടെ എല്ലാം നമ്മൾ എങ്ങനെ സമന്വയിപ്പിക്കും? ദാറ്റ്സ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് ക്രിയേറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോബ്ലം. ഡിപ്ലോമാറ്റ്സുകൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിൽ ഒന്നായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇവരെല്ലാവരും തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേപ്പാള് ചൈനയോടൊപ്പം നിൽക്കാനായിട്ടുള്ള പല പരിപാടികളും ചെയ്യുന്നുണ്ട്. നേപ്പാളിന്റെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും പ്രോ ചൈനീസ് ലീഡർ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർമലി അവിടെ അവരോധനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ആരെയായിരുന്നു? ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവർ അവരോധിതനായതിനു ശേഷം ആദ്യം കാണാൻ പോയത് ചൈനീസ് പ്രസിഡന്റിനെയാണ്. ഓക്കെ, ദെൻ ആരാണ്? ഭൂട്ടാനും ചില ഇഷ്യൂസ് ഉണ്ട്, ഇന്ത്യയുമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ട്. ചൈന അവിടെയും കൈകടത്തിയിട്ടുണ്ട്. ശ്രീലങ്ക നമ്മളുടെ എമൗണ്ട് വേണം, അവരുടെ സ്റ്റേറ്റിന്റെ ക്രൈസിസ് വന്നപ്പോൾ നമ്മളാണ് കൈയഴിഞ്ഞ് സഹായിച്ചതെങ്കിലും ചൈനീസ് ആയിട്ടുള്ള പല ഇൻഫ്ലുവൻസുകളും ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ദെൻ അവര് ചൈനയുടെ വലിയൊരു കടത്തിൽ കൂടിയാണ്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ചൈന നമുക്ക് ചുറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ബുദ്ധിസ്റ്റ് ക്രൈസിസ് വരുമ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വരാം. ഓക്കെ, സോ ഇതാണ് ദലൈലാമയുടെ പ്രോബ്ലം. ഇത് ഇനി എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ഈ ഗോൾഡൻ അൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗോൾഡൻ അൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുതിയൊരു ദലൈലാമയെ സെലക്ട് ചെയ്യുമ്പോൾ, ഞാൻ ഈ സ്ലൈഡ് വന്നപ്പോൾ പറഞ്ഞതാണ്, ഈ ഒരു പുതിയൊരു ദലൈലാമയെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് ചൈനീസ് തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് ചൈനീസ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡൻ അൺ, അതായത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യം വെച്ചുകൊണ്ടൊന്നും അല്ല ഞങ്ങൾ കാണിക്കുന്നത്. ഇതൊരു വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ ആയിരിക്കും നമ്മൾ നടന്നിരിക്കുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പ് രീതിയെ പറയുന്ന പേരാണ് ഗോൾഡൻ അൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ക്വിങ് ഡൈനാസ്റ്റി 1760 കാലഘട്ടങ്ങളിൽ ഭരിച്ചിരുന്ന ക്വിങ് ഡൈനാസ്റ്റിയാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ അൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോൾഡൻ അൺ എന്ന് പറയുന്ന ഒരു റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു വോട്ടിങ്ങിന്റെ ബേസിസിൽ പുതിയ ദലൈലാമയെ തെരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം ആണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ ഇതാണ് പ്രോബ്ലം. നമ്മൾ പ്രോബ്ലം പറഞ്ഞല്ലോ. സോ റിലീജിയസ് ഡിവിഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ എന്താണ്? ടെറിറ്റോറിയൽ റീ അലൈൻമെന്റ്. നമ്മളുടെ ഈ റിം അല്ലെങ്കിൽ നമ്മളുടെ ബോർഡർ റിമ്മിൽ താമസിക്കുന്ന, റിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റം, അതായത് ബോർഡേഴ്സ് അർത്ഥമുള്ളൂ. നമ്മളെ ടയറിന്റെ റിമ്മില്ലേ, ടയറിന്റെ അറ്റം, ടയറിന്റെ സ്ട്രക്ചറിന്റെ അറ്റം, അതാണ് റിം എന്ന് പറയുന്നത്. സോ ഈ റിമ്മിൽ താമസിക്കുന്നവർ ആരാണ്? ലഡാക്ക് റീജിയൻ ഉണ്ട്, സിക്കിം ഉണ്ട്, അരുണാചൽ പ്രദേശ്, നേപ്പാൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ടെറിറ്റോറിയൽ റീഅലൈൻമെന്റ് സാധ്യമാവും ചിലപ്പോ. സോ ബുദ്ധിസ്റ്റ് ഇവരെ അംഗീകരിക്കാത്തവര്, അതായത് ഇന്ത്യ നിലപാടെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാത്തവരെ ചൈന പോയിട്ട് എന്ത് ചെയ്യും? മാപ്പ് ചെയ്യും, അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും അവർ ചൈനീസിന്റെ പാട്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ എന്താണ്? ഗ്ലോബൽ ഇംപ്ലിക്കേഷൻ, വേൾഡ് വൈഡ് നമ്മുടെ ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ, കാരണം ടിബറ്റിയൻ ബുദ്ധിസം വേൾഡ് പോപ്പുലേഷൻ, ബുദ്ധിസ്റ്റ് പോപ്പുലേഷന്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഒരു ഏരിയയാണ്. സോ ഇതെല്ലാമാണ് പ്രോബ്ലം. സോ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിനുള്ള പരിപാടികൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് പവർ ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. അതായത് നമ്മൾ ഇതിന് ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. എന്തിന്? ബുദ്ധിസത്തിന്. ഇതിനുശേഷം ഇപ്പോൾ നമ്മൾ ബുദ്ധിസത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് നമ്മൾ ഈ ബുദ്ധിസത്തും ഇപ്പൊ നിലവിലുള്ള ബുദ്ധിസ്റ്റ് സെക്റ്റുകളെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് പണങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങൾ എന്താക്കുക, കുറച്ചും കൂടി മോടി പിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാരനാഥ് ആയി കഴിഞ്ഞാലും ദെൻ ബോധ്ഗയ ആയി കഴിഞ്ഞാലും ഇവിടെ എല്ലാം ടൂറിസ്റ്റ് പ്ലേസുകളാണ്. പക്ഷെ ഇതിനൊക്കെ ഫണ്ടുകൾ കൊടുക്കുകയും ഇതിനൊരു സോഫ്റ്റ് പവർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ടൂറിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഈ ആർട്ടിക്കിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സോ ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ റിമോട്ട് വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു ഗ്ലോബൽ സർവേ ഓഫ് വർക്കിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സർവേ പുറപ്പെടുവിച്ചു. ആരാണ്? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു സർവേ പുറപ്പെടുവിച്ചു. അതിൽ അവരെന്താ ചെയ്തേ? അതായത് അവർ പുതിയ വർക്കിംഗ് കൾച്ചറെ അനലൈസ് ചെയ്യുകയാണ്. അതായത് വർക്ക് ഫ്രം ഹോം എടുക്കുന്നവർ, ദെൻ ഓഫീസിൽ ഡയറക്ട്ലി പ്രസന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പിനെ അവർ അനലൈസ് ചെയ്തു.
അത് റീജിയൻ സ്പെസിഫിക്കലി അനലൈസ് ചെയ്തു, ജെൻഡർ സ്പെസിഫിക്കലി അനലൈസ് ചെയ്തു, ദെൻ അതർ സോഷ്യൽ പാരാമീറ്റേഴ്സിന്റെ ബേസിസിൽ ഇവര് അനലൈസ് ചെയ്തു. എന്നിട്ട് അവരൊരു ഇൻഫറൻസിലെത്തി, അതായത് ഒരു സജസ്റ്റീവ് ഇൻഫറൻസസിലെത്തി. അതായത് എന്താണ് അവർ അനലൈസ് ചെയ്തപ്പോൾ കണ്ട കാര്യം നമുക്കൊന്ന് നോക്കാം. അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവില് എക്സാമ്പിളുകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് മാറുന്ന ലോക സാഹചര്യത്തില് വർക്ക് കൾച്ചറിന് എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണല്ലോ. സോ എല്ലാവരും ഓഫീസിൽ പ്രസന്റ് ആയിട്ട് ജോലി ചെയ്യണം എന്ന് ഇനി നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റില്ല. സോ അവിടെയുള്ള നമ്മളുടെ ഫോർമുലേഷൻസ്, പോളിസി ഫ്രെയിം വർക്കുകൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അറിവുകളാണ് ഇങ്ങനെയുള്ള ഓപ്പൺ എഡിറ്റോറിയലിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗ്ലോബൽ സർവേ ഓഫ് വർക്കിംഗ് അറേഞ്ച്മെന്റ്സ് എന്താ ചെയ്തേ? അവര് അനലൈസ് ചെയ്തു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നവരും ദെൻ വർക്ക് ഫ്രം ഹോം എടുക്കുന്ന അല്ലെങ്കിൽ റിമോട്ട് വർക്ക് ചെയ്യുന്നവരും അനലൈസ് ചെയ്തു. സോ ഒരു ഗ്ലോബൽ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു 1.27 ഡേയ്സ് ആണ് വേൾഡില് വർക്ക് ഫ്രം ഹോം എടുക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു 7 വർക്കിംഗ് ഡേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 6 വർക്കിംഗ് ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ 1.5 ദിവസത്തിനോടടുത്ത് നിങ്ങൾ വർക്ക് ഫ്രം ഹോം എടുക്കുന്നവരാണ്. ദെൻ അത് സ്ത്രീകളിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. സ്ത്രീകളിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ത്രീകള് 2.66 ദിവസവും വീടുകളിൽ വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. സോ നമ്മൾ ജെൻഡർ സ്പെസിഫിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ത്രീകളാണ് കുറച്ചും കൂടി വർക്ക് ഫ്രം ഹോം എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ. ദെൻ നമ്മൾ റീജിയൻ സ്പെസിഫിക്കലി അനലൈസ് ചെയ്തു. റീജിയൻ സ്പെസിഫിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമേരിക്ക, കാനഡ റീജിയനിൽ എത്രയാണ് ആവറേജ് വരുന്നത്? 5-ൽ 1.6 വർക്കിംഗ് ഡേയ്സും റിമോട്ട് വർക്കിംഗ് ഡേയ്സ് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. അല്ലെങ്കിൽ ടോട്ടൽ വർക്കിംഗ് ഡേയ്സിൽ 1.6 ആണ് അവിടുത്തെ ആവറേജ് വരുന്നത്. ഏഷ്യയിൽ അത് കുറവാണ്, 1.1 ആണ്. സോ നമുക്കിത് എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും? ഇതിന്റെ ഇൻഫ്ലുവൻസസ് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് എല്ലാവരും ഓഫീസിൽ വരണമെന്നോ എല്ലാവരും വർക്ക് ഫ്രം ഹോം എടുക്കണമെന്നോ ചിന്തിക്കാനായിട്ട് പറ്റില്ല. ഇതിന്റെ ഒരു മീഡിയേഷൻ പാത്ത് അല്ലെങ്കിൽ റിമോട്ട് വർക്കും ഓഫീസ് വർക്കും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്തിലാണ് ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. സോ ഇവര് ഈ ഒരു സർവേ റിപ്പോർട്ട് പറയുന്നത് 2.6 ആണ് ഐഡിയൽ റിമോട്ട് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു 5 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പകുതി ദിവസം വീട്ടിൽ വർക്ക് ചെയ്യട്ടെ, പകുതി ദിവസം ഓഫീസിൽ വർക്ക് ചെയ്യട്ടെ. അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് ലോകക്രമം ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അതിന്റെ പ്രോബ്ലങ്ങളാണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 2.6 വർക്കിംഗ് ഡേയ്സിന്റെ അല്ല, റിമോട്ട് വർക്കിന്റെ പ്രോബ്ലങ്ങൾ. സോ റിമോട്ട് വർക്ക് ജെൻഡർ ബയാസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോബ്ലം. അതായത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ കുറച്ചും കൂടി റിമോട്ട് വർക്ക് ഡേയ്സ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്? അവർക്ക് കുട്ടികളെ നോക്കാനായിട്ടുണ്ട്, ദെൻ വീട്ടില് ഭക്ഷണ പാകം ചെയ്യാനായിട്ടുണ്ട്. ഇതെല്ലാം സ്ത്രീയുടെ ഉത്തരവാദിത്വമായി കണക്കാക്കപ്പെടുന്ന ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയില് സോ ഡബിൾ വർക്ക് അവർ ചെയ്യേണ്ടി വരും. അവർക്ക് ഏൺ ചെയ്യണം, ദെൻ എന്ത് ചെയ്യണം? വീട്ടിലെ അൺഏൺഡ് ലേബർ കൂടിയിട്ട് ചെയ്യണം. ഓക്കെ, സോ അതൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്, അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിക്കൽ മൈൻഡ് സെറ്റ് ആണ്. അതിനെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് നിനക്ക് വർക്ക് ഫ്രം ഹോം ചെയ്തോ, അതായത് സ്ത്രീകളുടെ പണി ഇരട്ടിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ദെൻ വേറെ എന്തൊക്കെ പ്രോബ്ലങ്ങളാണ്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പല പ്രോബ്ലങ്ങളും ഉണ്ട്. അതായത് ബാക്ക് പെയിൻ പോലെയുള്ള, അല്ലെങ്കിൽ ദെൻ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ദെൻ സോഷ്യൽ ഐസൊലേഷൻ സംഭവിക്കുകയാണ്. കാരണം ഒരു മുറിയിലിരുന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഒരാളോടും സംസാരിക്കാണ്ട് വർക്ക് ചെയ്യുകയാണ്. സോ അത് ലോങ് റണ്ണിൽ പല ഐസൊലേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട്, ഒറ്റപ്പെടലിന്റെ പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് ഉള്ള സാധ്യതകളുണ്ട്. മേജർ ഈ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. ഇതിന് ബെനിഫിറ്റുകളും ഉണ്ട് കേട്ടോ. അതായത് ഇത് ബെനിഫിറ്റുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാഫിക്കുകളെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബാംഗ്ലൂർ സിറ്റിയിൽ ഓഫീസിലേക്ക് എത്തണമെങ്കിൽ, ഒരു ഡയറക്റ്റ് ഓഫീസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ 2 മുതൽ 2.5 മണിക്കൂർ വരെ ട്രാഫിക്കിൽ ചെലവഴിക്കണം. ഓക്കെ, അതിനേക്കാളും നല്ലത് അവർക്ക് വീട്ടിലിരുന്ന് പണി ചെയ്യുന്നതല്ലേ? രാവിലെ എഴുന്നേക്കുന്നു, കമ്പ്യൂട്ടർ തുറക്കുന്നു, വീട്ടിലിരുന്ന് പണി ചെയ്യുന്നു, ട്രാഫിക്കുകളില്ല. ദെൻ വേറെ എന്താണ്? അവർക്കൊരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ അവരുടെ എക്സസൈസിന് അവരുടെ ഒരു ലിഷർ ടൈം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇവർ സാധിക്കുന്നുണ്ട്.
ഇപ്പോ ഏഷ്യയില് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഏഷ്യയില് ഒരു വർക്ക് കൾച്ചർ ഡയറക്റ്റ് ഓഫീസ് വർക്ക് കൾച്ചർ ആണ്. അതായത് രാവിലെ അണിഞ്ഞൊരുങ്ങി ടൈം കെട്ടിയിട്ട് ഓഫീസിലേക്ക് വരുന്നവൻ നല്ലവൻ, വീട്ടിൽ പണിയെടുക്കവൻ തലവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വർക്ക് ഫ്രം ഹോം അടിക്കുന്നവൻ ആരാണ്? പറ്റിപ്പുകാരൻ എന്നുള്ളൊരു ചിന്ത ഏഷ്യാറ്റിക് റീജിയൻ, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലുണ്ട്. അത് ശരിയല്ല എന്ന് കൂടിയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് മേജർ പ്രോബ്ലംസ്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, മെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ട്, ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ജെൻഡർ ബയാസ് ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഹൈബ്രിഡ് അപ്രോച്ച് ആണ് നമ്മൾ എടുക്കേണ്ടത്. എങ്ങനെയാണ്? ഹോമിനെയും അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമിനെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ഡയറക്റ്റ് വർക്ക് ഫോഴ്സിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഈ ഡയറക്റ്റ് വർക്ക് ഫോഴ്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക എന്നറിയാമോ? എന്താ പ്രശ്നം ഉണ്ടാവുക? അതായത് എല്ലാവരും ലോകത്ത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണ്. പല കച്ചവടങ്ങളും കൂട്ടിപ്പോകും. അതായത് നിങ്ങളുടെ ഓഫീസിൽ വരുന്നത് കൊണ്ട് മാത്രം ചായ കുടിക്കാൻ പോകുന്ന ഒരു ചായക്കടയില്ലേ, അവരുടെ ഇൻകത്തെ ബാധിക്കത്തില്ലേ അത്? ദെൻ വേറെ പല പ്രോബ്ലങ്ങളുണ്ടല്ലോ. അതായത് നിങ്ങളുടെ വീട്ടില് വൈദ്യുതി യൂസ് ചെയ്തുകൊണ്ട്, ദെൻ വേറെ എന്താണ്, ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങളുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഫാനിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദ്യുതിക്ക് നിങ്ങൾക്ക് പൈസ തരുമോ? നിങ്ങളുടെ വൈഫൈക്ക് അവർ പേ ചെയ്യുമോ? വൈഫൈക്ക് പേ ചെയ്യുന്ന പലരും ഉണ്ട്. പക്ഷേ ഈ ഹിഡൻ കോസ്റ്റുകൾ ഉണ്ട്. അതായത് നിങ്ങൾ ഓഫീസിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ കമ്പനികൾക്ക് എന്ത് ചെയ്യാം? കമ്പനികളാണ് ഈ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടും ഇന്റർനെറ്റിന് വേണ്ടിയിട്ടും പേ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയുള്ള റിസോഴ്സുകൾ, അതായത് ഫിക്സഡ് അസറ്റുകളിൽ അല്ലെങ്കിൽ റെക്കറിംഗ് ഫിക്സഡ് അസറ്റുകളിൽ എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള കോസ്റ്റുകൾ കമ്പനിക്ക് ഒഴിവാക്കുകയാണ്. അത് ആരുടെ മേളിൽ വരുന്നു? എംപ്ലോയീസിന്റെ മീതെ അങ്ങനെയുള്ള കോസ്റ്റുകൾ, അഡീഷണൽ ഹിഡൻ കോസ്റ്റുകൾ വന്ന് പതിക്കുകയാണ്. സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, സോ അത് കമ്പനിയുടെ പ്രോഫിറ്റുകൾ അധികമാക്കാനായിട്ടും അതൊരു ബേർഡൻ ആയിട്ട് എംപ്ലോയീസിലേക്ക് വരാനായിട്ടുമുള്ള സാധ്യതകളുണ്ട്. സോ നമ്മളിത് പൂർണ്ണമായിട്ടും വർക്ക് ഫ്രം ഹോമിലേക്കോ പൂർണ്ണമായിട്ടും ഡയറക്റ്റ് ഓഫീസിലേക്കും അല്ല, ഇതിന്റെ ഒരു മിഡ് പാത്തിലാണ് നമ്മൾ പിടിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് ന്യൂക്ലിയർ പോളിസി. അതായത് 2047 ഇന്ത്യ ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനർജി സെക്ടറിലുള്ള അവരുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഓവർ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ളത് നമ്മളുടെ ഈ വികസിത ഭാരതം എന്ന് പറയുന്ന സ്വപ്നത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതില് ന്യൂക്ലിയർ എനർജി കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ന്യൂക്ലിയർ എനർജിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഈ മാസം തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളെ കുറിച്ചിട്ടും ദെൻ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ ആ ഒരു ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. ജൂൺ 1 തീയതിയിലെ ക്ലാസ് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ജൂൺ 1 2 തീയതിയിലെ ക്ലാസ് ആണ്. നമുക്കൊന്ന് ബ്രീഫായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളുടെ വികസിത ഭാരതത്തിന്റെ സ്വപ്നം എന്താണ്? എനർജിയിൽ ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് ന്യൂക്ലിയർ സെക്ടറും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു വിഷൻ ഉണ്ട്. നമ്മൾ 100 ജിഗാവാട്ട് എന്ത് എനർജി ഉൽപ്പാദിപ്പിക്കും ന്യൂക്ലിയർ പവർ സപ്ലൈയിലൂടെ. അതായത് ന്യൂക്ലിയർ റിയാക്ടറുകളിലൂടെ നമ്മൾ 100 ജിഗാവാട്ട് ഓഫ് ന്യൂക്ലിയർ എനർജി നമ്മൾ 2047 ആവുമ്പോഴേക്കും ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, 2000 അതായത് 2000 ഇയറിൽ നമ്മളുടെ ഈ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ജിഗാവാട്ട് മാത്രമായിരുന്നു. 10 ജിഗാവാട്ട് എന്ന് പറഞ്ഞാൽ 100 മെഗാവാട്ട്. അപ്പോ 100 ജിഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മെഗാവാട്ടാണ്? 1000 മെഗാവാട്ട്. ഓക്കെ, സോ 100 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്തിലൂടെ, അല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കുക ന്യൂക്ലിയർ റിയാക്ടറിലൂടെ എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം, 2047 ലക്ഷ്യം. ഓക്കെ, സോ ഇതുവരെയുള്ള നമ്മളുടെ പ്ലാൻ എന്താണ് എന്ന് നമ്മൾ ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു പോകാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യക്ക് ഒരു ന്യൂക്ലിയർ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ പ്രൊജക്ട് ഉണ്ട്. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ തുടങ്ങി അങ്ങനെ ഒരു പ്ലാൻ നമുക്കുണ്ട്. ഓക്കെ, അതിന്റെ പിതാവായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഹോമി ജെ ബാബയാണ്. ഹോമി ജെ ബാബ അദ്ദേഹത്തിന് ശേഷം 3 ലെവലിലാണ് നമ്മൾ പ്ലാന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 3 സ്റ്റേജുകളിലാണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്.
ഓക്കെ, നമ്മളുടെ പ്രത്യേകത എന്താണ്? നമുക്ക് ന്യൂക്ലിയർ എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ആണ് യുറേനിയം എന്ന് പറയുന്നത്. യുറേനിയം ഇന്ത്യയിലെ റിസർവ് കുറവാണ്. 1% മുതൽ 2% മാത്രമേ ഇന്ത്യയിലെ യുറേനിയം റിസർവുകളുള്ളൂ. ഓക്കെ, അതില് തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ യുറേനിയം വെറുതെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. യുറേനിയം ഫിസൈൽ മെറ്റീരിയൽ ആയിരിക്കണം, അതായത് കത്തുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം. അങ്ങനെയുള്ള മെറ്റീരിയൽസ് മാത്രമേ ഈ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഫിസൈൽ മെറ്റീരിയൽ എന്നും, ദെൻ ഡയറക്ട്ലി അല്ലാണ്ട് ഇൻഡയറക്ട്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നു. ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഫിസൈൽ മെറ്റീരിയലും ഫെർട്ടൈൽ മെറ്റീരിയലും ഉണ്ട്. ഇതില് നമ്മളുടെ ഫിസൈൽ മെറ്റീരിയൽ ആയിട്ടുള്ള യുറേനിയത്തിന്റെ സോഴ്സ് 0.1%, അതായത് 1% to 2% മാത്രമേ നമുക്ക് യുറേനിയം ഉള്ളൂ. അതിൽ ന്യൂക്ലിയർ എനർജിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് തുച്ഛമേ ഉള്ളൂ. സോ ഈ കുറച്ച് റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഒരു 3 സ്റ്റേജ് പ്ലാൻ ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ യൂസ് ചെയ്യും. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ, അതായത് ഈ റിയാക്ടറിന്റെ ഒരു പ്രത്യേകതയാണ് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഹെവി വാട്ടർ ആയിരിക്കും അതിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ഇതിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന യുറേനിയം ഏതാണ്? യുറേനിയം 236. യുറേനിയം നോർമലി കണ്ടുവരുന്നത് പ്രധാനപ്പെട്ട 2 ഐസോട്ടോപ്പുകളിലാണ്, യുറേനിയം 238ഉം യുറേനിയം 236ഉം. ഇതിൽ യുറേനിയം 236 ആണ് എന്ത്? ഫിസൈൽ മെറ്റീരിയൽ. ഓക്കെ, ഫിസൈൽ മെറ്റീരിയൽ. സോ ഈ യുറേനിയം 236 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യും. ഏത് റിയാക്ടറിൽ? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. സോ ഫസ്റ്റ് സ്റ്റേജിൽ ഉപയോഗിക്കുന്ന റിയാക്ടർ ഏതാണ്? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. ഓക്കെ, ദെൻ അതിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള യുറേനിയം തീർന്നു കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. സോ നമ്മളുടെ കയ്യിലുള്ള യുറേനിയങ്ങളെല്ലാം തീർന്നു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ പുതിയ യുറേനിയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോ നമ്മളവിടെ പുതിയ യുറേനിയം കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. പകരം ഈ ഒന്നാമത്തെ സ്റ്റേജിൽ, ഇത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ഉൽപ്പാദിപ്പിച്ച സ്റ്റേജിൽ എന്ത് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും? അതായത് നമ്മളുടെ ന്യൂക്ലിയർ ഫിഷൻ സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് പ്ലൂട്ടോണിയം കിട്ടും. എന്ത് കിട്ടും? പ്ലൂട്ടോണിയം 239. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും സെക്കൻഡ് സ്റ്റേജ് പ്രവർത്തിപ്പിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ യുറേനിയം ആയിരുന്നു നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, യുറേനിയം തീരാറായപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? ഈ യുറേനിയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, യുറേനിയം റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം 239ഉം കൂടാതെ പിന്നെ അതിനകത്ത് കുറച്ച് ബാലൻസ് ആയിട്ടുള്ള യുറേനിയങ്ങൾ ഉണ്ടാവുമല്ലോ, അത് രണ്ടും കൂടി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ പ്രവർത്തിക്കും. ഓക്കെ, അവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന റിയാക്ടർ ഏതാണ്? നമ്മളുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ. ഒന്നാമത്തേതിൽ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആയിരുന്നു. രണ്ടാമത്തേതിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അവിടെയും നമ്മൾ ഈ പ്ലൂട്ടോണിയം യൂട്ടിലൈസ് ചെയ്യും. പ്ലൂട്ടോണിയവും തീർന്നു പോകും. എനർജി ഉൽപ്പാദിപ്പിച്ച് പ്ലൂട്ടോണിയവും തീർന്നു പോകും. ദെൻ അപ്പൊ നമ്മൾ പ്ലൂട്ടോണിയം തീരാറായെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക് പോകും. തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക? തേർഡ് സ്റ്റേജിൽ നമ്മളുടെ കയ്യിൽ ഒരു തുറുപ്പ് കുലാനുണ്ട്. എന്താണത്? നമ്മളുടെ കേരളത്തിന്റെ മണ്ണിൽ കാണുന്ന കരിമണൽ എന്ന് പറയുന്ന മണ്ണുകളിൽ പ്രത്യേകമായിട്ട് കാണുന്ന തോറിയം എന്ന് പറയുന്ന ആണവ ഊർജം. തോറിയം പെർട്ടിക്കുലർലി ഫിസൈൽ മെറ്റീരിയൽ അല്ല, അതായത് സ്വയം ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ അല്ല, അത് ഫെർട്ടൈൽ മെറ്റീരിയൽ ആണ്. സോ ഇതിനെ എന്താക്കി മാറ്റും? ഫെർട്ടൈൽ മെറ്റീരിയൽ ആക്കി നമ്മൾ മാറ്റും. ആദ്യം യുറേനിയം 232വിനെ നമ്മൾ ഫെർട്ടൈൽ മെറ്റീരിയൽ ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ തേർഡ് സ്റ്റേജിൽ യൂസ് ചെയ്യും. സോ തേർഡ് സ്റ്റേജ് ആയപ്പോൾ നമ്മളുടെ തുറുപ്പ് കുലാൻ ഇറക്കി. പ്രത്യേകിച്ച് ഇത് കേരള മണ്ണിലാണ്, കേരളത്തിന്റെ കടൽ തീരത്താണ് ഏറ്റവും കൂടുതൽ ഈ തോറിയം കണ്ടുവരുന്നത്. നമ്മൾ
കരിമണൽ ഖനനം അല്ലെങ്കിൽ കരിമണൽ കയറ്റുമതി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കുറച്ച് നാൾ മുമ്പ് ഒരു പേര് കേട്ടിട്ടുണ്ടായിരുന്നു, കരിമണൽ കർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ വിജയന്റെ എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ഒരു പേരാണ് ഈ കരിമണൽ കർത്ത. സോ ഈ കരിമണൽ എന്ന് പറയുന്നത് ഈ തോറിയം അടങ്ങിയ മണലിനെയാണ്, പ്രത്യേകിച്ച് ഈ കൊല്ലം ജില്ലയിലൊക്കെ കണ്ടുവരുന്ന മണലിനെയാണ് ഈ കരിമണൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഈ തോറിയം നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക് യൂട്ടിലൈസ് ചെയ്യും. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ മിഷൻ, 3 സ്റ്റേജ് ഉള്ള ന്യൂക്ലിയർ മിഷൻ. സോ നമ്മളുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1990-കൾക്ക് ശേഷം 2000 ആകുമ്പോഴേക്കും നമ്മൾ 10 ജിഗാവാട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതായിരുന്നു. പല പ്രശ്നങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ. ഇന്ത്യ ചൈന വാർ വന്നു, ഇന്ത്യ പാകിസ്ഥാൻ വാർ വന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മളുടെ ന്യൂക്ലിയർ പോളിസി കൃത്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ദെൻ നമുക്ക് പല സാങ്ഷനുകളും അടിച്ചു തന്നു. ആര്? നമ്മൾ ന്യൂക്ലിയർ ബോംബുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. 84-ലും 1999-ലും ഒക്കെ ആയപ്പോൾ ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റിങ്ങുകൾ നമ്മൾ നടത്തി. സോ അത് ന്യൂക്ലിയർ ഇമ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് പല റെസ്ട്രിക്ഷനുകളും നമ്മൾ ഏർപ്പെടുത്തി. ദെൻ ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യാതിരുന്നു. ദെൻ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഉണ്ട്. അതായത് ന്യൂക്ലിയർ ബോംബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നവര് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊക്കെ സംബന്ധിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ട്രീറ്റിയാണ് ഈ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ന്യൂക്ലിയർ ആണവായുധങ്ങളുള്ള എല്ലാവരും ഈ ട്രീറ്റിയിൽ ഒപ്പിടണമെന്നാണ് ആണവായുധങ്ങളുള്ളവരുടെ സംഘടന പറഞ്ഞത്. അതായത് ആണവായുധങ്ങൾ ഉള്ളവരുടെ സംഘടന എന്ന് പറയുമ്പോൾ മേജർലി അമേരിക്ക പറയും. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുനിൽക്കുന്ന ടീമുകളും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ അതിൽ ഒപ്പിടുന്നില്ല, ഞങ്ങൾക്ക് ഇനിയും ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ വർക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. സോ നമ്മൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അത് കാരണം പല സാങ്ഷനുകളും വരുത്തി. നമുക്ക് എന്തിലും മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല, നമ്മളുടെ ന്യൂക്ലിയർ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി ഫീൽഡിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. സോ വികസിത ഭാരത് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ 100 ജിഗാവാട്ട് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യമായിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്നത്, ലക്ഷ്യമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നമ്മളുടെ അറ്റോമിക് കമ്മീഷനുമായിട്ട് അല്ലെങ്കിൽ NPCL-ലുമായിട്ട് മാത്രം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുന്ന ഒരു പ്രക്രിയയല്ല. സോ ഇവിടെയും നമ്മളൊരു 3 സ്റ്റേജ് അപ്രോച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി വലിയ വലിയ റിയാക്ടറുകൾ, ആണവോർജ കേന്ദ്രങ്ങൾ നമ്മൾ നിർമ്മിക്കില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്മോൾ മൊഡുലാർ റിയാക്ടറുകളിലേക്ക് മാറുകയാണ്. സ്മോൾ മൊഡുലാർ റിയാക്ടർ, ഓക്കെ, സ്മോൾ മൊഡുലാർ റിയാക്ടറുകളിലേക്ക് നമ്മൾ മാറും. ഒന്നാമത്തെ സ്റ്റേജ് സ്മോൾ മൊഡുലാർ റിയാക്ടറുകളിലേക്ക് നമ്മൾ മാറും. ദെൻ ഇപ്പോഴുള്ള കറന്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടർ സെന്റേഴ്സ് ഉണ്ടല്ലോ, 21 എനർജി സെന്റേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 8 or 9 എന്തുണ്ട്, നമ്മളുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആണവ ഊർജ സ്ഥലങ്ങളുണ്ട്. 8 or 9 10 എന്ന് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി കൃത്യമായിട്ടുള്ളൊരു സംഖ്യ. സോ നമ്മളുടെ രാജസ്ഥാനിലുണ്ട്, UP-യിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഈവൻ തമിഴ്നാട്ടിൽ പോലും ഉണ്ട് നമ്മളുടെ കൂട്ടംകുളം ആണവ നിലയം. അങ്ങനെയുള്ള ഡിഫറെന്റ് സെക്ടേഴ്സിലുണ്ട് ഈ ആണവോർജ ഉൽപാദന കേന്ദ്രങ്ങൾ. സോ ഈ കേന്ദ്രങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തും, അതിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ സ്മോൾ മൊഡുലാർ റിയാക്ടേഴ്സ് ആയിരിക്കും ഇനി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടുകൾ നമ്മൾ കൂട്ടും, അല്ലെങ്കിൽ പ്രൈവറ്റ് എന്റിറ്റീസിന് എന്തില്, ന്യൂക്ലിയർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം കൂടി നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു 3 സ്റ്റേജ് അപ്രോച്ച് ആണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സ്മോൾ മൊഡുലാർ റിയാക്ടേഴ്സ് ആണ്. എന്താണ് ഈ സ്മോൾ മൊഡുലാർ റിയാക്ടേഴ്സ്? അതായത് ചെറിയ റിയാക്ടറുകളാണ്, താരതമ്യേന ചെറിയ റിയാക്ടറുകളാണ്. മാക്സിമം കപ്പാസിറ്റി അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 300 മെഗാവാട്ടുകളാണ്. അതിന്റെ മാക്സിമം കപ്പാസിറ്റിയുടെ 300 മെഗാവാട്ട്. 300 മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 ജിഗാവാട്ട് മാത്രമാണ് അത് ഉത്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 0.30 ജിഗാവാട്ട് ആയിരിക്കും അത് ഉത്പാദിപ്പിക്കുന്നത്. അതായത് ചെറിയ റിയാക്ടറുകളാണ്, ചെറിയ റിയാക്ടർ. ഫോർ എക്സാമ്പിൾ, നമുക്ക് വേണമെങ്കിൽ കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി മാറ്റാനായിട്ട് കേരളത്തിൽ 2 സ്മോൾ മൊഡുലാർ റിയാക്ടറുകൾ വെച്ചാൽ മതി. 300 600 ജിഗാവാട്ട് വൈദ്യുതി അത് ഉത്പാദിപ്പിക്കും. മനസ്സിലായോ? സോ വലിയ വലിയ ആണവ
കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം കൂട്ടംകുളം ആണവ നിലയം എന്ന് പറയുന്ന വലിയ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം ചെറിയ ചെറിയ സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ ക്രിയേറ്റ് ചെയ്യുക. സ്മോൾ മോഡുലാർ റിയാക്ടറിന്റെ പ്രത്യേകത എന്താണ്? മാക്സിമം 300 മെഗാവാട്ട് മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഓക്കെ, അത് മാക്സിമം ആണ് കേട്ടോ. സ്മോൾ മോഡുലാർ റിയാക്ടർ എന്ന് പറയുമ്പോൾ മിനിമം ഒരു 25 to 50 മെഗാവാട്ട് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. സോ അങ്ങനെ നമ്മൾ എന്തോരം ക്രിയേറ്റ് ചെയ്യും? നമ്മുടെ ലക്ഷ്യം എന്താണ്? 225 മെഗാവാട്ട് നമ്മൾ ഈ സ്മോൾ മോഡുലാർ റിയാക്ടറിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, 225 മെഗാവാട്ട് നമ്മൾ ഈ സ്മോൾ മോഡുലാർ റിയാക്ടറിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മളുടെ വികസിത ഭാരതത്തിലേക്കുള്ള ലക്ഷ്യം. ദെൻ അടുത്തത് പറഞ്ഞു. അടുത്തത് എന്തായിരുന്നു? അടുത്തത് നമ്മളുടെ കറന്റ്ലി ഉള്ള, അതായത് നമ്മളുടെ കറന്റ്ലി നിലനിൽക്കുന്ന അറ്റോമിക് എനർജി കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ, NPCIL കീഴിൽ നിലനിൽക്കുന്ന അറ്റോമിക് എനർജി കേന്ദ്രങ്ങൾ, അവരിൽ എന്തൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. നേരത്തെയുള്ള 3 സ്റ്റേജ് പറഞ്ഞു. ആ 3 സ്റ്റേജിലും പ്രവർത്തിക്കുന്ന NPCIL അണ്ടറിലുള്ള റിയാക്ടേഴ്സ് ഇല്ലേ, അതായത് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ആണവ നിലയങ്ങൾ, അതിൽ നിന്ന് നമ്മൾ 700 മെഗാവാട്ട് എന്ത് എനർജി ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, മനസ്സിലായോ? സോ കറന്റ്ലി നിലനിൽക്കുന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും, സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് നിന്ന് ഉൽപ്പാദിപ്പിക്കും. അത് കൂടാണ്ട് പ്രൈവറ്റ് എൻറ്റിറ്റീസിന്, ഇന്റർനാഷണൽ എൻറ്റിറ്റീസിന്, പ്രൈവറ്റ് എൻറ്റിറ്റീസിന് നമ്മൾ എന്ത് കൊടുക്കും? ന്യൂക്ലിയർ എനർജിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള, ന്യൂക്ലിയർ എനർജീസിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള എന്ത് കൊടുക്കും? ആസസ് നമ്മൾ കൊടുക്കും. ഇങ്ങനെ 3 സ്റ്റേജ് അപ്രോച്ചിൽ എത്തുമ്പോൾ നമ്മൾ 100 ജിഗാവാട്ട് അല്ലെങ്കിൽ 1000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കും എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും കൂടി കൂട്ടി 700ഉം 200ഉം എത്രയാണ്? 920 മെഗാവാട്ട്. ഈ രണ്ടിൽ നിന്നും ആയല്ലോ, നമുക്ക് എത്രയാണ്? 1000 മെഗാവാട്ട് ആണ്. 1000 മെഗാവാട്ട് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 100 ജിഗാവാട്ട് ആണ്. സോ ഈ പുറത്തു നിന്നുള്ള പ്രൈവറ്റ് എൻറ്റിറ്റീസിന്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടി ആവുമ്പോൾ എത്രയാവും? ഇത് 3ഉം കൂടി കൂട്ടുമ്പോൾ 1000 ജിഗാവാട്ട് ആകും. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിന് ചില പ്രോബ്ലംസ് ഉണ്ട്. അതായത് പുറത്തു നിന്നുള്ള ആളുകൾ വരണമെങ്കിൽ നമ്മളുടെ അറ്റോമിക് എനർജി ആക്ടിൽ ചില ചേഞ്ചസ് വരുത്താനുണ്ട്. 2 ആക്ടുകളാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഒന്നാമത് അറ്റോമിക് എനർജി ആക്ട് 1962, 1962 അറ്റോമിക് എനർജി ആക്ട്. രണ്ടാമത് 2010 സിവിൽ ലയബിലിറ്റി ഓഫ് ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. അതായത് ഒരു ന്യൂക്ലിയർ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ വാതകം ചോർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കായിരിക്കും അതിന്റെ ലയബിലിറ്റി എന്നുള്ളത് സംഭവിച്ചിട്ടുള്ള ആക്ട് ആണ് 2010 സിവിൽ ലയബിലിറ്റി ഓഫ് ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. ഈ ആക്ട് പ്രകാരം ആരാണോ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആരാണോ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവർക്കായിരിക്കും ഇതിന്റെ ലയബിലിറ്റി. സോ ഇന്ത്യയുടെ കേസിൽ ആർക്കാണ് ലയബിലിറ്റി? NPCIL-നാണ് അതിന്റെ ലയബിലിറ്റി വരുന്നത് ഇപ്പോ കറന്റ്ലി. ഓക്കെ, NPCIL-നാണ് അതിന്റെ ലയബിലിറ്റി വരുന്നത്. ദെൻ ഇന്ത്യൻ അറ്റോമിക് എനർജി ആക്ട് 1962 പുറത്തു നിന്നുള്ള ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് ന്യൂക്ലിയർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നില്ല. അതായത് പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് പാർട്ടിസിപ്പേഷനും ഇല്ല പെർമിറ്റ്, ഓണർഷിപ്പിനില്ല, കൺട്രോൾ ചെയ്യാൻ പോലുമുള്ള പെർമിറ്റ് ആര് കൊടുക്കുന്നില്ല? 1962 അറ്റോമിക് എനർജി ആക്ട് കൊടുക്കുന്നില്ല. സോ ഈ 2 നിയമത്തിലും നമുക്ക് ചേഞ്ച് ചെയ്യണം. കാരണം പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ലാണ്ട് ഈ ഒരു 100 ജിഗാവാട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, കാരണം സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് ഇന്നോവേഷൻസ് വേണം, ടെക്നോളജീസ് വേണം. എന്നാൽ മാത്രമേ ഈ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ NPCIL ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹ്യൂജ് കോസ്റ്റ് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഓക്കെ, സോ അതിന് അത്രയും ടെക്നോളജി ആവശ്യമാണ്, അത്രയും കോസ്റ്റ് ആവശ്യമാണ്. സോ ഇങ്ങനെയുള്ള സ്മോൾ മോഡുലാർ റിയാക്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്കൊരു പ്രൈവറ്റ് എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ, അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള കൺട്രീസിന്റെ, ഫ്രാൻസ് പോലെയുള്ള കൺട്രീസിന്റെ ഇന്നോവേഷൻസും ടെക്നോളജിയും ആവശ്യമാണ്. സോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ദെൻ നമ്മളുടെ സിവിൽ ലയബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ്? ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണോ അവർക്കാണ് പ്രശ്നം. അതിൽ നിന്ന് ഇങ്ങനെയുള്ളത് സപ്ലൈ ചെയ്യുന്നവർക്ക് കൂടിയിട്ട്, നമ്മളുടെ ടെക്നോളജി അല്ലെങ്കിൽ റിസോഴ്സസ് സപ്ലൈ ചെയ്യുന്നവർക്ക് കൂടിയിട്ട് അതിന്റെ ലയബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ പുതിയ പ്രൈവറ്റ് പ്ലേയേഴ്സ്, ഫോർ എക്സാമ്പിൾ അദാനി വരണം, അല്ലെങ്കിൽ റിലയൻസ് ന്യൂക്ലിയർ എനർജിയിലേക്ക് വരണം. അപ്പോൾ അദാനി
നമ്മളുടെ ഗൗതം അദാനി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പ്ലാന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമായിരിക്കും കുറ്റക്കാരൻ. മനസ്സിലായോ? സോ ആരാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അയാൾ മാത്രമായിരിക്കും കുറ്റക്കാരൻ. സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം, ദാറ്റ്സ് ക്രിയേറ്റ്സ് എ ഗ്രേറ്റ് പ്രോബ്ലം ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ്. ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇല്ലാത്ത വള്ളി പിടിക്കുന്നത് എന്നുള്ളതായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നത്. സോ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതായത് ഓപ്പറേറ്റേഴ്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് സപ്ലയേഴ്സ് ലൈബിലിറ്റി കൂടിയാക്കിയിട്ട് നമ്മൾ മാറ്റണം. ദെൻ അറ്റോമിക് എനർജി ആക്ടിൽ എന്താ ചേഞ്ച് ചെയ്യേണ്ടത്? പബ്ലിക് പ്രൈവറ്റ് എന്റിറ്റീസിന് ഇന്ത്യയിൽ ആക്സസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ഒരു 100 ജിഗാവാട്ട് അല്ലെങ്കിൽ 1000 മെഗാവാട്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ ഒരു ന്യൂക്ലിയർ എക്സ്പാൻഷൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേജ്. 3 സ്റ്റേജ് ആണ്. ആദ്യത്തെ സ്റ്റേജിൽ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യും. യുറേനിയം ആണ്, അവിടെ യുറേനിയം 236 യൂട്ടിലൈസ് ചെയ്യും. ദെൻ രണ്ടാമത്തെ സ്റ്റേജിലോ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അവിടെ പ്ലൂട്ടോണിയം ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ തേർഡ് സ്റ്റേജിൽ നമ്മളുടെ തുറുപ്പ് കുലാൻ നമ്മൾ ഇറക്കും. എന്താണ് തുറുപ്പ് കുലാൻ? നമ്മളുടെ കേരള തീരത്തുള്ള തോറിയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളുടെ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആയില്ല. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ മാത്രമാണ് നമ്മൾ ഇപ്പോഴും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ ഇപ്പോഴും എത്തിയിരിക്കുന്നത് ടോട്ടലി എന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിലേക്ക് ഫുള്ളി നമ്മൾ കൺവേർട്ട് ഒന്നും ആയിട്ടില്ല. ചില ന്യൂക്ലിയർ റിയാക്ടറുകൾ മാത്രം സെക്കൻഡ് സ്റ്റേജിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. സോ നമ്മളുടെ വികസിത ഭാരതത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? 2047 ആകുമ്പോൾ 100 ജിഗാവാട്ട് അല്ലെങ്കിൽ 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ഈ 3 സ്റ്റേജും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ആവില്ല. ഈ സ്റ്റേജ് ഒക്കെ അടിപൊളിയാണ്, നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടത്. പക്ഷേ നമ്മളുടെ സിസ്റ്റം ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത്? ഫസ്റ്റ് സ്മോൾ മൊഡുലാർ റിയാക്ടേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുകൂടാണ്ട് ഇപ്പോഴുള്ളവര്, അതായത് NPCLന്റെ അണ്ടറിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന എല്ലാ റിസോഴ്സസുകളും എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കും. അതുവഴി 700 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ദെൻ സ്മോൾ മൊഡുലാർ റിയാക്ടർ വഴിയോ 220 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ദെൻ പ്രൈവറ്റ് എന്റിറ്റീസിന്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ഈ മേഖലയിൽ കൊണ്ടുവരും. സോ ഇത് മൂന്നും കൂടി ആകുമ്പോൾ 100 ജിഗാവാട്ട് അല്ലെങ്കിൽ 1000 മെഗാവാട്ട് വൈദ്യുതി നമ്മൾ ഉൽപ്പാദിപ്പിക്കും. വൈദ്യുതി ഇൻ ദ സെൻസ് എനർജി നമ്മൾ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു ടോട്ടൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂക്ലിയർ എക്സ്പാൻഷന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ.